അതെ, എല്ലാവരും എന്നാ പറയണു? ഇന്നേ എൻ്റെ കുഞ്ഞിതിൻ്റെ 7ാം പിറന്നാളാണ് കേട്ടോ. 7 വയസ്സായി. എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോകുന്നേ. അപ്പോഴേ നമുക്ക് ആർക്കും ഈ പേരൻ്റായിട്ട് വലിയ പരിചയമൊന്നുമില്ല അല്ലേ. നമ്മളായി കഴിയുമ്പോഴാണ് പേരൻറ്റിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് അറിവുകൾ ചുറ്റുമുള്ളവരും ഓരോരോന്നൊക്കെ പറഞ്ഞും കേട്ടും ഒക്കെ നമുക്ക് ഒരുപാട് അറിവുകളുണ്ടല്ലേ. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇളയാൾ വന്നു കഴിയുമ്പോൾ മൂത്ത ആളോട് സ്നേഹം കാണിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത അതെൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടും കൂടി ഉള്ളത് കൊണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതിനെ ഞാൻ അങ്ങനെ അത്ര പാമ്പറിങ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. അവൻ തന്നെ അങ്ങ് പിന്നെ ഇവിടെ സിന്ധു ചേച്ചി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് 3 മാസം അവനായപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് കയറിയായിരുന്നു. അപ്പോൾ കൂടുതലും അവൻ്റെ വളർച്ചകളൊക്കെ ചേച്ചിയുടെ കൂടിയായിരുന്നു. 3 വർഷമായി. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുക എന്താണെന്ന് അറിയുമോ? മൂത്ത ആളെക്കാളും പെട്ടെന്ന് പക്വത വന്നതും ഓരോ കാര്യങ്ങളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതും അവനാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നല്ല പേരൻ്റൊന്നും അല്ല കേട്ടോ, നല്ല അമ്മയൊന്നുമല്ല. ഷൗട്ട് ചെയ്യാറും അവരെ എല്ലാത്തിനും വഴക്ക് പറയാറും കുറ്റം പറയാറും എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യാറില്ല. അതായത് ഇപ്പം അവരൊന്ന് വീഴുവാണെങ്കിൽ ഞാൻ ഓടിച്ചിട്ട് അയ്യോ മോനെ എന്നാ പറ്റി അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. അവർ എഴുന്നേറ്റ് വരട്ടെ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒരുപാട് അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് ഞാൻ ഒരിക്കലും ഇപ്പോൾ മൂത്ത ആളാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ടെൻഷനുണ്ട്, എൻ്റെ ഉള്ളിലും വിഷമമുണ്ട്. പക്ഷെ ഞാൻ അതങ്ങനെ പുറത്ത് കാണിക്കാറില്ല. എന്തോ ഞാൻ അങ്ങനെയായിരുന്നു, രണ്ടുപേരോടും അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്കറിയത്തില്ല അതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യം, പലർക്കും പല അഭിപ്രായമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേറെ അനുഭവമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്, കുഞ്ഞ് വലുതായി വന്നു കഴിഞ്ഞപ്പം ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായി. കാരണം അവൻ പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയി. അവന് 2-2.5 വയസ്സായപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പാമ്പേഴ്സ് മാറാൻ പറ്റി. അവൻ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി, തന്നെ കുളിക്കാൻ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ. വലിയ ആനകുതിര കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ അവൻ അവൻ്റെ തന്നെ ചെയ്തു തുടങ്ങി. നഴ്സറിയിൽ വിട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എല്ലാവരും പറയും അവൻ എല്ലാത്തിനും അവൻ്റേതായ ഒരു ഡിസിഷനുണ്ട്. എല്ലാത്തിലും അവൻ കുറച്ചുകൂടെ ഒരു പക്വത എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം ഞാൻ ചിന്തിക്കുക, ഇന്നത്തെ കാലത്തുണ്ടല്ലോ പല കുട്ടികളും പല വീടുകളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ കുറച്ച് ബോൾഡായിട്ട് വളർത്തിയില്ലെങ്കിൽ നാളെ ഒരു സാഹചര്യം വന്നു ഇപ്പോൾ നമ്മൾ എന്തോരം ഇങ്ങനെ സൂയിസൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അല്ലേ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്താൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെട്ട് അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അവരെ വളർത്തരുത്. നാളെ അവർക്കൊരു പ്രശ്നം വന്നാൽ അത് തന്നെ സോൾവ് ചെയ്യാൻ അവർക്കൊരു കപ്പാസിറ്റി, ഒരു കാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു പേരൻ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അല്ലാതെ വലിയൊരു പേരൻ്റ് അല്ലെങ്കിൽ ഞാൻ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു അമ്മയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. ഇത് ചെറിയൊരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.